ഈ ആരോഗ്യ മേഖലയിൽ വന്ന ഈ മാറ്റങ്ങൾക്കാണ് ആ കരിങ്കൊടിയെങ്കിൽ അത് പൂമാലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ കണ്ണൂരിലെ ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അതിനാണെങ്കിൽ അത് സ്വീകരിക്കുന്നു എന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഞാനതിൻ്റെ കൂടുതൽ കണക്കുകളിലേക്ക് പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിലയിടത്ത് കരിങ്കൊടി കാണിച്ച് എന്തിനാണത്? ആ കരിങ്കൊടി നമ്മുടെ ഈ സ്ഥാപനം ഉൾപ്പെടെ, അതുപോലെ കണ്ണൂരിലെ ജില്ലാശുപത്രിയിലെ പുതിയ കിഫ്ബി ബ്ലോക്ക് സാധ്യമാക്കിയതാണെങ്കിൽ അതിനാണെങ്കിൽ, അവിടെ കാത്തലാബ് സാധ്യമാക്കിയതിനാണെങ്കിൽ, പെരിങ്ങോമിൽ ആ മലയോര മേഖലയിലെ കർഷകർക്ക് വേണ്ടി അവിടെ ഒരു കെട്ടിടം വെറും കെട്ടിടമല്ല കേട്ടോ, ഒന്നാന്തരം കെട്ടിടം സാധ്യമാക്കിയതിനാണെങ്കിൽ, പയ്യന്നൂരിലും കൂത്തുപറമ്പിലും മട്ടന്നൂരും ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും, എന്തിന് ഇരിട്ടിയിലും പേരാമ്പ്രയിലും പേരാവൂരും ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകാറായിരുന്ന കെട്ടിടങ്ങൾക്ക് പകരം ആധുനിക സൗകര്യങ്ങൾ ഉപകരണങ്ങളോട് കൂടി സാധ്യമാക്കിയതാണെങ്കിൽ, തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററിൽ റോബോട്ടിക് സർജറി ഉണ്ട്. എന്താണ് പ്രസക്തി? പുറത്ത് 8 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ റോബോട്ടിക് സർജറിക്കാകുമെങ്കിൽ നമ്മുടെ MCCയിലും RCCയിലും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. എന്താണ് റോബോട്ടിക് സർജറിയുടെ പ്രസക്തി? പ്രിസിഷനാണ്. സൂക്ഷ്മമായിട്ട് ഏറ്റവും കറക്റ്റായിട്ട് പ്രിസൈസായിട്ട് സർജറി ചെയ്തു കൊടുക്കും. മലബാർ ക്യാൻസർ സെൻ്ററിന് കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് വെച്ചൊരു അവാർഡ് കിട്ടി. രാജ്യത്തെ 10 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തു. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ 10 സ്ഥാപനങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഇങ്ങ് കണ്ണൂരിലെ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററാണ്. അവിടെ പുതിയ ബ്ലോക്ക് എത്രയോ 250 പുതിയ ബെഡുകൾ ആഡ് ചെയ്തതിനാണെങ്കിൽ ഈ ആരോഗ്യ മേഖലയിൽ വന്ന ഈ മാറ്റങ്ങൾക്കാണ് ആ കരിങ്കൊടിയെങ്കിൽ അത് പൂമാലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ കണ്ണൂരിലെ ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അതിനാണെങ്കിൽ അത് സ്വീകരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പരമ്പരാഗത ജ്ഞാനത്തെയും ആധുനിക ശാസ്ത്രത്തെയും ബ്രിഡ്ജ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു സ്ഥാപനമാണ് ഇത്. ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ, വരാൻ പോകുന്ന വർഷങ്ങൾ ലോകം ഇവിടേക്ക് എത്തിപ്പെടാൻ പോകുന്ന വർഷങ്ങളായിരിക്കും. വലിയ മാറ്റങ്ങൾ, വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ഉണ്ടാകും. ഈ സ്ഥാപനത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ, ഈ നാട്ടിലും കേരളത്തിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും.